ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു റിവ്യൂ പറയാൻ വന്നതാണ് കേട്ടോ. യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഡോവിൻ്റെ ഷാമ്പു യൂസ് ചെയ്തിട്ട് റിവ്യൂ പറയുമെന്ന് ചോദിച്ചു. ഇവർ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഷാമ്പു ആണ് കേട്ടോ. അപ്പോൾ ഈ ഡോവ് ഒരു പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡാണല്ലോ, അതിനെക്കുറിച്ച് പിന്നെ ഞാൻ നിങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് വന്നിട്ട് ഡ്രൈ ഹെയറിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് മറ്റുള്ള ഹെയറിനൊന്നും ഇത് സെറ്റ് ആവും തോന്നില്ല, ഇത് ഡ്രൈ ഹെയറിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഇതിനെക്കുറിച്ച് പറയുന്നതാണെങ്കിൽ നമ്മൾ ഏത് ഷാമ്പു യൂസ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ അതിന് കണ്ടീഷണറും കൂടി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഹെയറിനെ അത്യാവശ്യം ഡ്രൈ ആക്കുന്നുണ്ട്, സ്കാൽപ്പിനെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഹെയറിനെ ക്ലെൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് സ്കാൽപ്പിനൊക്കെ നന്നായി ക്ലിയർ ആക്കി തരുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് നമ്മളെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും കൂടെ അറിയണമല്ലോ. ഇതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുള്ളൂ. ഞാൻ ഭയങ്കര സിമ്പിളായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ ഈ ഷാമ്പൂവിൽ സൾഫേറ്റ് അടങ്ങിയിട്ടുണ്ട്, ഫ്രാഗ്രൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇതിന് നല്ലൊരു സ്മെല്ലുണ്ട്. അതൊക്കെ കെമിക്കലായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ സൾഫേറ്റിനെ കുറിച്ചും പാരബൻസിനെ കുറിച്ചും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. നമ്മൾ സൾഫേറ്റ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആക്കും നമ്മളെ ഹെയറിനെ, അതേപോലെ നമ്മളെ ക്യൂട്ടിക്കൽസിനെ ഡാമേജ് ചെയ്യും. ഷാമ്പൂവിൽ എന്തിനാണ് സൾഫേറ്റ്സ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഷാമ്പൂവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, ആ കൺസിസ്റ്റൻസി നിലനിർത്താനും നമ്മളെ ഷാമ്പു നന്നായിട്ട് പതഞ്ഞ് വരില്ലേ, അങ്ങനെ നന്നായിട്ട് പതഞ്ഞ് വരാൻ വേണ്ടിയിട്ടുമാണ് ഈ സൾഫേറ്റ്സ് ഷാമ്പൂവിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മളതിന് പറയാൻ പോകുന്നത് പാരബൻസിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഈ പാരബൻസ് എന്ന് പറയുന്നത് ഒരു പ്രിസർവേറ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചിലവരെങ്കിലും സ്കിൻ ഇറിറ്റേറ്റ് ചെയ്യാൻ ഇത് ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഫ്ലമേഷനും ചാൻസ് വരുന്നു. പിന്നെ ഇത് ചില രോഗങ്ങളിലേക്ക് ലീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷേ അതൊരു സയന്റിഫിക്കലി പ്രൂവൺ അല്ല. പക്ഷെ ഇങ്ങനെ പറയുന്നുണ്ട് ചില രോഗങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന്. അപ്പം അത് പ്രൂവൺ അല്ലാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഷാമ്പൂവിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായാലും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്ട്സിനെ കുറിച്ച് അറിയണം, ഞാൻ റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഈ ഷാമ്പൂവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവില്ലേ. അപ്പോൾ പാരബൻസും സൾഫേറ്റും നമ്മൾ കേൾക്കുന്നതല്ലാതെ അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്താണ്, അത് എന്താണ്, അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഭയങ്കര ഈസി ആയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞത്. ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് എന്താണ് നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ പ്രൊഡക്ട്സിന്റെ കാര്യം നിങ്ങൾ മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ. കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. നിങ്ങളൊരു ഡൗട്ട് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങളും ഹാപ്പി ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ, നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. ഇപ്പം നമുക്ക് 670 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്താൽ നമുക്ക് എത്രയും പെട്ടെന്ന് 1K അടിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.